സ്നേഹിച്ചു നോക്കി, നോവിച്ചു നോക്കി, ശകാരിച്ചു നോക്കി, അവസാനം ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയിട്ടും നോക്കി. അങ്ങനെ CPIയെ വിറപ്പിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും പുറത്തെടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ അവസാനം തോറ്റ് തൊപ്പിയിട്ടിരിക്കുന്നു. മുഖ്യമന്ത്രി ഇനി എന്ത് കള്ളസൂത്രങ്ങൾ പുറത്തെടുത്താലും മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ നാളെ പങ്കെടുക്കില്ല. ഇതിനപ്പുറം ഒരു പ്രതിസന്ധി പിണറായി ഭരണത്തിനും LDFനും ഇനി വരാനില്ല. അതെ, PM ശ്രീ തർക്കത്തിൽ കടുത്ത നിലപാടുമായി CPI രംഗത്ത് നിന്ന് മാറുന്നില്ല. ഒരു കാരണവശാലും നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് CPI മന്ത്രിമാർ അറിയിച്ചു കഴിഞ്ഞു. ഇന്ന് ചേർന്ന CPI സെക്രട്ടേറിയറ്റിലാണ് ഈ തീരുമാനം എടുത്തത്. ഓൺലൈനായിട്ടാണ് യോഗം ചേർന്നതെങ്കിലും എല്ലാവരും മന്ത്രിമാർ പാർട്ടിക്ക് വേണ്ടി എന്നും നിലകൊള്ളും എന്ന ഒറ്റ വാക്കിലാണ് കാര്യങ്ങൾ അവസാനിപ്പിച്ചത്. സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞിറങ്ങിയ പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വം മാധ്യമങ്ങളോടൊന്നും പറയാൻ നിന്നില്ല. ലാൽ സലാം എന്ന് മാത്രമായിരുന്നു പ്രതികരണം വന്നത്. ഇനി ലോകം തന്നെ ഇടിഞ്ഞു വീണാലും ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്ന ഒറ്റ നിലപാടെടുത്തുകൊണ്ടായിരുന്നു CPIയുടെ നീക്കം മുഴുവനും. മന്ത്രിമാരടക്കം എല്ലാവരും ബിനോയ് വിശ്വത്തിന് പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്നു. പിണറായിയെയും CPMനെയും തളർത്തുകയാണ് CPIയുടെ ഒറ്റ ലക്ഷ്യമെന്നാണ് അറിയുന്നത്. നരേന്ദ്രമോദിയുടെ ചങ്ങാത്തം കൂടി വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ CPI അനുവദിക്കില്ല എന്ന ഒറ്റ വാക്കിൽ CPI നിൽക്കുമ്പോൾ CPMന് കാലിടറുകയാണ് യഥാർത്ഥത്തിൽ. പ്രശ്നപരിഹാരത്തിനായി MA ബേബി എന്ന CPMന്റെ അഖിലേന്ത്യാ സെക്രട്ടറി തന്നെ ഇടപെട്ടിട്ടും കാര്യമില്ല. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി ഫോണിൽ സംസാരിച്ചു MA ബേബി, പക്ഷേ വിട്ടുവീഴ്ചയ്ക്കില്ല എന്നാണ് ബിനോയ് വിശ്വം അറിയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി അറിയിച്ച കാര്യങ്ങൾ തന്നെയാണ് ബേബിയും ആവർത്തിച്ചു പറഞ്ഞത്. പക്ഷേ ഇതിൽ നിന്നും പിൻവലിയാതെ LDFുമായി ഒരു സഹകരണത്തിനുമില്ല എന്നുള്ള തരത്തിലേക്ക് CPI മാറുകയാണ്. പദ്ധതിയിലെ മെല്ലെ പോക്കും ക്യാബിനറ്റിലെ സബ് കമ്മിറ്റിയുമാണ് നിർദ്ദേശം മുന്നോട്ട് വച്ചത്. അപ്പോഴും ആ നരേന്ദ്രമോദിയുടെ പാഠ്യപദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് മറ്റൊരു വശം. അങ്ങനെ അതിനെ അംഗീകരിക്കാൻ തങ്ങളില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് CPI നേതൃത്വം ഒറ്റക്കെട്ടായി നിൽക്കുന്നത്. ഇക്കാര്യം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ബിനോയ് വിശ്വം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. CPI ഇതിനു മുൻപും ഇങ്ങനെ ഇരട്ട നിലപാടെടുത്തിരുന്നുവെന്നും അവർ സാവധാനം മാറിക്കൊള്ളുമെന്നും ഒക്കെ ഇങ്ങനെ CPMന്റെ നേതാക്കന്മാർ തന്നെ മാധ്യമങ്ങളോട് വിളിച്ചു പറയുന്നതാണ് ഇന്ന് കണ്ടത്. പക്ഷേ ആ പറയുന്നവരുടെ നാവടപ്പിക്കുന്ന നീക്കമാണ് CPI നടത്തിയിരിക്കുന്നത്. ഏതായാലും ആദ്യ പടിയാണ് ഇതിൻ്റെ മന്ത്രിസഭാ യോഗം ബഹിഷ്കരണം എന്നുള്ളത്. ഇനി 4-ാം തീയതി മന്ത്രിമാർ രാജിവെക്കുന്നതിലേക്ക് കടക്കും. കാരണം പിന്നോട്ടില്ല എന്ന് CPM പ്രഖ്യാപിക്കുകയും എന്നാൽ കൂടെ നിൽക്കില്ല എന്ന് CPIയും വാശിയിൽ നിൽക്കുന്നിടത്തോളം കാലം തമ്മിൽ തല്ലിപ്പിരിയാനാണ് സാധ്യതയേറെയുള്ളത്. അങ്ങനെ ഒരു മുന്നണിയിൽ മന്ത്രിമാരെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാകില്ല എന്നിരിക്കെ 4-ാം തീയതി വരെ CPIക്ക് CPM കൊടുത്ത സമയം കഴിയുന്നതോടുകൂടി അവർ അത് അംഗീകരിക്കാതെ വന്നാൽ മന്ത്രിസഭയിൽ നിന്ന് മന്ത്രിമാരെ പിൻവലിക്കുമെന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. അത് തന്നെയാണ് ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ LDF തോൽക്കുമെന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ തന്നെ ഉറപ്പിച്ചിരിക്കുന്നത്.